വെബ് ഡിസൈനിങ് മിഴിവോടെ എന്ന പാഠഭാഗത്തു നിന്ന് വരുന്ന രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. സുസ്ഥിര വികസനത്തിനായുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങളുടെ അന്താരാഷ്ട്ര വർഷം എന്ന പ്രത്യേകത കൂടി 2022 ഇത് സംബന്ധിച്ച ഒരു വെബ് പേജ് എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിരിക്കുന്ന yearbasicsciences.html എന്ന ഫയൽ ഉപയോഗിച്ച് തയ്യാറാക്കുക. നിർദ്ദേശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. വെബ് പേജിന്റെ തലക്കെട്ടിന് പശ്ചാത്തലമായി മഞ്ഞ നിറം നൽകുക. പാരഗ്രാഫിന് അക്ഷര വലുപ്പം 20 പിക്സൽസ് നൽകുക. ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകളിലാണ്, അതായത് CSSലാണ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിലാണ് മാറ്റം വരുത്തേണ്ടത്. മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഈ പേജ് വെബ് ബ്രൗസറിൽ പ്രദർശിപ്പിക്കുക. ഇത്രയുമാണ് ചോദ്യത്തിലുള്ളത്. ഫസ്റ്റ് നമുക്ക് പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇയർ ബേസിക് സയൻസ്. അപ്പോൾ വെബ് പേജിന്റെ തലക്കെട്ടിന് പശ്ചാത്തലമായി നീല നിറമാണ് ഉള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? വെബ് പേജിന്റെ തലക്കെട്ടിന് മഞ്ഞ നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാരഗ്രാഫിന്റെ അക്ഷരവലുപ്പം, ഇതാണ് പാരഗ്രാഫ്. ഈ പാരഗ്രാഫിന്റെ അക്ഷര വലുപ്പം 20 ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 16 ആണ്. അത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. ഫസ്റ്റ് ആപ്ലിക്കേഷൻസ്, ആക്സസറീസ്, gedit ടെക്സ്റ്റ് എഡിറ്റർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ടെക്സ്റ്റ് എഡിറ്ററിന്റെ ജാലകം. ഇവിടെ ഓപ്പണിന്റെ വലതുവശത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അതർ ഡോക്യുമെന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ yearbasicscience.html എന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള HTML ടാഗുകൾ. ഇതിൽ നമ്മൾ നേരത്തെ വെബ് ബ്രൗസറിൽ തുറക്കുമ്പോൾ കണ്ടത് മനസ്സിലാക്കാൻ സാധിക്കും. H2 ഹെഡിങ്ങൾക്ക് സ്റ്റൈൽ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് H2. ഫോണ്ട് സൈസ് ഉണ്ട് 24 പിക്സൽസ്. ഇവിടെ കളറ് ബ്രൗൺ, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കണ്ടതാണ്, ബ്ലൂ ആണ്. ഇവിടെയാണ് മാറ്റി കൊടുക്കേണ്ടത്. ഇവിടെ ബ്ലൂവിന് പകരം യെല്ലോ എന്ന് മാറ്റി കൊടുക്കണം. ഇനി അടുത്തതായി പാരഗ്രാഫുകൾക്ക് സ്റ്റൈൽ നൽകുന്നതിനുള്ള ടാഗാണ് P എന്ന ടാഗ്. പാരഗ്രാഫിന് സ്റ്റൈൽ നൽകാൻ ഇവിടെ ഫോണ്ട് സൈസ് 16 പിക്സൽസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ 20 പിക്സൽസ് നൽകാനാണ് ആവശ്യപ്പെടുന്നത്. 20 എന്ന് എഴുതുക. ഇത്രയാണ് മാറ്റം വരുത്താൻ പറഞ്ഞത്. ഒന്ന് ഹെഡിങ്ങിന്റെ സ്റ്റൈല്, വെബ് പേജിന്റെ തലക്കെട്ടിന് പശ്ചാത്തലമായിട്ട് എന്ത് നൽകാനാണ് പറഞ്ഞത്? യെല്ലോ കളർ നൽകാൻ പറഞ്ഞു. അത് നമ്മൾ നൽകി. പിന്നെ പാരഗ്രാഫിന്റെ അക്ഷര വലുപ്പം 20 പിക്സൽ നൽകി. അടുത്തത് നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ 3 ലൈൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ഫയൽ തന്നെയായിരിക്കും സേവ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ സേവ് ആസ് ചെയ്യേണ്ടത് കാര്യമുണ്ട്. സേവ് ആസ് ഇവിടെ യൂസറിൽ ക്ലിക്ക് ചെയ്യുക. exam10 എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫയൽ നെയിം മാറ്റി കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ. നമുക്കിവിടെ HTML എന്നത് മാറ്റേണ്ടതില്ല, .html എന്നത് മാറ്റേണ്ടതില്ല. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ ഓപ്പൺ ചെയ്യാം. പ്ലേസസ്, ഹോമിൽ exam10 എന്ന ഫയലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ ഇതാണ്. മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വെബ് പേജിന്റെ തലക്കെട്ടിന് നേരത്തെ ഉള്ള കളറല്ല ഇപ്പോഴുള്ളത്. നേരത്തെ
നീല കളറിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴേ മഞ്ഞ കളറിലായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെ അക്ഷര വലുപ്പം നേരത്തെ 16 പിക്സൽസ് ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴേ 20 പിക്സൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയാണ് പ്രവർത്തനത്തിനുള്ളത്. ഇനി എല്ലാ കുട്ടികളും നന്നായി പ്രാക്ടിക്കൽ ചെയ്ത് A+ വാങ്ങുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.